Good morning, all. Good morning. Good morning. Good morning, ma'am. Good morning. Good morning. Morning. അപ്പോൾ എല്ലാവരും നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ അല്ലെ അതാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്നും എടുക്കുക എല്ലാവരും. അഞ്ചു ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ. എന്തായാലും നമുക്ക് ഇന്നത്തെ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, എവിടം വരെയാണ് നമ്മൾ നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തത് എന്ന് പറയാമോ? വായിച്ചു നോക്കിയായിരുന്നോ? എവിടെ വരെയാണ് എടുത്തതെന്ന് നോക്കിയിട്ട് മനസ്സിലായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കംപ്ലീറ്റ് ആയോ? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയോ? ആയിട്ടില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തായിരുന്നോ? ഇല്ല. ഓക്കെ, ഞാൻ സൂപ്രണ്ടന്റിന്റെ വരെയാണെന്ന് തോന്നുന്നു. നഴ്സിംഗ് സൂപ്രണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. അതായത് ഹൈറാർക്കി തുടങ്ങി ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞു നിർത്തിയായിരുന്നു. പിന്നെ ബാക്കി നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ക്ലാസ് അവസാനിപ്പിച്ചത്. നമുക്ക് കുറച്ചും കൂടി പോർഷൻസ് എടുക്കാറുണ്ട്. അതായത് കുറച്ചും കൂടിയോ നഴ്സിംഗ് സൂപ്രണ്ടന്റും കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ ഭാഗങ്ങളെല്ലാം? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാനെന്നാ കണ്ടിന്യൂ ചെയ്തോട്ടെ. അപ്പൊ നമ്മള് കണ്ടായിരുന്നു എന്താണ് നഴ്സിംഗ് ഹൈറാർക്കി സിസ്റ്റം, അതായത് അവരുടെ ശ്രേണി, നഴ്സുമാരുടെ അവിടെ വിന്യസിച്ചിരിക്കുന്ന ആ ഒരു ശ്രേണി കണ്ടായിരുന്നു. എന്താണ് ഏറ്റവും ടോപ്പില് നഴ്സിംഗ് ഡയറക്ടർ ആണ്, ദെൻ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്, ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ, നഴ്സിംഗ് ഇൻചാർജ്, സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ്. അങ്ങനെയാണ് അത് അതിന്റെ ഫ്ലോ പോകുന്നത്. അപ്പൊ നഴ്സിംഗ് ഡയറക്ടറിന്റെയും നഴ്സിംഗ് സൂപ്രണ്ടിന്റെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ കണ്ടു. അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ആണ്. അപ്പൊ ഇതുമാതിരി തന്നെ നമുക്കറിയാം, വായിച്ചു നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രത്യേകത, ഈ PDF ക്വസ്റ്റ്യൻസ് മിക്കവാറും മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് മിക്ക ഇതിലും കാണുന്നത് ഇതിൽ നിന്നാണ്. ഈ ഒരു ഹൈറാർക്കിയിൽ നിന്നാണ് ആരാണ് ഇങ്ങനെ ചെയ്തിരിയത്, പൊസിഷനിലുള്ള വ്യക്തിയാണ് ഇത്തരം ഡ്യൂട്ടി ചെയ്യുന്നത് എന്നുള്ള ഒരു ടേം വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് മനസ്സിലാക്കി തന്നെ വെക്കണം. അല്ലെങ്കിൽ ഓപ്ഷൻസ് വരുമ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഓരോ വ്യക്തമായിട്ട് തന്നെ ഓരോരുത്തരുടെയും ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ മോക്ക് ടെസ്റ്റ് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയാണ്. നോക്കാം എന്താന്നുള്ളത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് considered as a nursing executive and is a part of the leadership team and is considered a nursing executive. അതായത് ഇവരെ അല്ലെ നമുക്ക് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ലേബലിൽ വരുമ്പോൾ ഒരു നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന ലേബലിലാണ് നഴ്സിംഗ് സൂപ്പർവൈസറിനെ അറിയപ്പെടുന്നത്, അവരെ പരിഗണിക്കുന്നത്. അത് അദ്ദേഹമാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മേൽനോട്ടങ്ങളൊക്കെ വഹിക്കുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് കൺസിഡേർഡ് ആസ് എ നഴ്സിംഗ് എക്സിക്യൂട്ടീവ് and is a part of the leadership team and is considered as a nursing executive. ഒരു ലീഡർഷിപ്പ് കൊണ്ട് സൂപ്പർവൈസേഴ്സ് എന്താണ് അവര് ഡയറക്റ്റ് ചെയ്യും അല്ലെ, ഇന്നത്തെ രീതിയിലേക്ക് സ്റ്റാഫ് നഴ്സുകളെ ഡയറക്റ്റ് ചെയ്യും, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഒരു ഡയറക്ഷൻ, ഒരു ഡയറക്ടറിന്റെ റോൾ അല്ലെങ്കിൽ കൂടി അവര് സൂപ്പർവൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകതകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് തെറ്റിതിരുത്തി അവരെ കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്ന വ്യക്തിത്വമാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റേത്. There is a nursing supervisor available around the clock. അതായത് എല്ലായ്പ്പോഴും തന്നെ നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം അല്ലെ. എവിടെയെങ്കിലൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. നമുക്കറിയാം
നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് അല്ലെ അവരുടെ മേലുദ്യോഗസ്ഥന്മാർ വരുമ്പോൾ അവരെ കൃത്യമായിട്ട് തന്നെ അവരുടെ ഡ്യൂട്ടി ആക്റ്റീവായിട്ട് ചെയ്യുന്നത് കാണാം. എന്നാൽ അവരെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഇതുകളെല്ലാം അപാകതകൾ ഉണ്ടെങ്കിലെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവര് അതിന് എല്ലാവരോടൊപ്പം തന്നെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടാവും. Nursing supervisor should always be ready to attend a patient either in a person or by way of a consultation in on call capacity. അതായത് അവരെ ഇപ്പോ സൂപ്പർവൈസറിനെ വിളിക്കുന്നത് അനുസരിച്ചിട്ട് ഏതെങ്കിലും പേഷ്യന്റോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സൂപ്പർവൈസറുടെ സേവനം ആവശ്യപ്പെടുകയാണെങ്കിൽ അവരെ അത് അറ്റൻഡ് ചെയ്യും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അല്ലെ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ഡ്യൂട്ടികളെല്ലാം സൂപ്പർവൈസേഴ്സ് ചെയ്യാറുണ്ട്. Then nursing superintendent oversees the nursing supervisor. അതായത് നമുക്കറിയാം നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നതാണ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് അല്ലെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരെ എന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ നഴ്സിംഗ് സൂപ്പർവൈസർ ബാധ്യസ്ഥരാണ്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയിൽ നോക്കാം എന്താണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ്, ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. ഓക്കെ, നഴ്സിംഗ് സൂപ്പർവൈസേഴ്സിന്റെ ഒന്നുകൂടി പറയാം. അതായത് നഴ്സിംഗ് സൂപ്പർവൈസർ നമുക്കറിയാം നഴ്സിംഗ് ഡയറക്ടർ, അതിന് താഴെ നഴ്സിംഗ് സൂപ്രണ്ടന്റ്, അതിന് താഴെയാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ പോസ്റ്റ് വരുന്നത്. നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ മറ്റൊരു പേരിലും കൂടി അറിയിക്കപ്പെടാം, എന്താണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ് എന്ന പേര്. ദെൻ വീണ്ടും പറയുന്ന ഒരു കാര്യം, അദ്ദേഹം എപ്പോഴും എന്താണ് എല്ലായിടത്തും റൗണ്ട് ചുറ്റിയല്ലേ ഒരു ക്ലോക്ക് എന്ന ബേസിൽ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്, എല്ലാ പ്ലേസുകളിലേക്കും അദ്ദേഹം ചുറ്റി സഞ്ചരിക്കും. അതായത് നഴ്സിംഗ് സൂപ്പർവൈസറിലുള്ള പോസ്റ്റിലുള്ള വ്യക്തി. കാരണം നഴ്സുമാരെ എല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്, എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടത്. ഇനി വീണ്ടും പറയുന്നത് ഇദ്ദേഹം എന്താണ് പേഷ്യൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അവര് സൂപ്പർവൈസേഴ്സ് അതിന് മറുപടി കൊടുക്കാനായിട്ട് തയ്യാറായിരിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പോഴൊക്കെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അല്ലെ. ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമുക്കറിയാം അവർക്ക് കൃത്യമായിട്ടുള്ള സർവീസ്, അതായത് ചിലപ്പോൾ സ്റ്റാഫ് നഴ്സിൽ നിന്നും കൃത്യമായിട്ടുള്ള സർവീസ് ഒക്കെ കിട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾക്ക് അല്ലെ രോഗം ഭേദമാകാനൊക്കെ ആയിട്ട് ചില കാര്യങ്ങൾക്ക് ഒരു എന്താണ് ഒരു ആശയവിനിമയം, ഒരു കമ്മ്യൂണിക്കേഷന്റെ കൂടി ആവശ്യകതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാനായിട്ട് ചിലപ്പോൾ സൂപ്പർവൈസേഴ്സ് തയ്യാറായി വരും. അതോടൊപ്പം തന്നെ നമുക്കറിയാം സൂപ്രണ്ടന്റിന്റെ കീഴിലാണ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി വരുന്നത്. അപ്പൊ സൂപ്രണ്ടന്റിന്റേതായിട്ടുള്ള അദ്ദേഹം ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് സൂപ്പർവൈസേഴ്സ് ബാധ്യസ്ഥരാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, വീണ്ടും എന്തെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തു, ഒന്നുകൂടി ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? വീണ്ടും എന്തെങ്കിലും? നെക്സ്റ്റ് എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് അതിൽ പറയുന്നത്? ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ, നഴ്സിംഗ് എന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ അവരുടെയൊക്കെ അല്ലെങ്കിൽ മറ്റേ സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിൽ വരുമ്പോൾ നമുക്കറിയാം എല്ലാ തലങ്ങളിലുള്ള ഡ്യൂട്ടിക്കാർക്കും സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ റൈറ്റ് സർവീസ് ഒക്കെ പഠിച്ചപ്പോൾ അതും അല്ലെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. എന്താണ് അവിടെ സൂപ്പർവൈസറിന്റെ അല്ലെ നമ്മൾ എടുത്തപ്പോഴും അതിന്റെ ആ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ഉണ്ട്. എല്ലാത്തിനും എന്താണ് സൂപ്പർവൈസേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഫീൽഡിലുള്ള വർക്കേഴ്സിനും സൂപ്പർവൈസേഴ്സ് വരുമ്പോൾ എന്താണ് അവരുടെ കീഴിലുള്ള വ്യക്തികള് ആ ഡ്യൂട്ടി ചെയ്യുന്നത് നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കൃത്യസമയത്ത് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് അവര് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ചു കൊടുക്കുകയൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു സെലക്ട്, ഓറിയന്റ്, ട്രെയിൻ, അസൈൻ, ഷെഡ്യൂൾ, കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് ഡിസിപ്ലിൻ എംപ്ലോയീസ്. അതായത് അവരുടെ കീഴിലുള്ള എംപ്ലോയീസിന്റെ അച്ചടക്കത്തിനും അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾ കോച്ചിങ്, അതായത് കൃത്യസമയത്ത് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളിങ് കാര്യങ്ങളും, ഇനി എന്തെങ്കിലും വിലയിരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വിലയിരുത്തി കൊടുക്കുക. then എന്തെങ്കിലും ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം ട്രെയിനിങ് നിർദ്ദേശിക്കുക.
ദെൻ ഓറിയന്റ് എല്ലാത്തിനെയും കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. എന്തെന്നെ ഡ്യൂട്ടി എന്തെന്നെ കാര്യങ്ങൾ ചെയ്യണം. അതിപ്പോ പേഷ്യൻസിനെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യണം. എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതിങ്ങനെയൊക്കെ ഉപയോഗിക്കണം. സമയമാണെങ്കിൽ അത് വിലപ്പെട്ടതാണ്, അതിന് ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കണം. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് ടു സെലക്ട് എന്തിനാണെങ്കിലും സെലക്ഷൻ നടത്തിയിട്ട് ഓരോ പേഴ്സൺസിനെ നമുക്ക് മനസ്സിലാവും. സൂപ്പർവൈസേഴ്സിന് അവരുടെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ മനസ്സിലാകും ആർക്കാണ് ചില കാര്യങ്ങൾ കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ആർക്കാണ് ചില ഷെഡ്യൂൾ കോച്ചിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അതായത് അവരുടെ ടൈം ഷെഡ്യൂൾ എല്ലാം പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ഒരു അച്ചടക്കത്തിലോട് കൂടിയില്ല, അതായത് നമുക്കൊരു നല്ലൊരു ഫ്ലോ അല്ലെ, ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വരെ ഒരു നല്ല ഒരു സ്മൂത്ത് ആയിട്ട് ആ ഡ്യൂട്ടി റൺ ചെയ്ത് പോകാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആരുടേതാണ്? സൂപ്പർവൈസറുടേതാണ്. നെക്സ്റ്റ്, മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് നമുക്കറിയാം എപ്പോഴും ഒരു എന്ത് സംഭവമാണെങ്കിലും നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നന്നായിട്ട് പോകുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും അല്ലെ, ഒരു മാനദണ്ഡം ഉണ്ടാവും. ഇത്ര പേഷ്യൻസിനെ ഇത്ര നഴ്സുമാരെ ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ ആണെങ്കിൽ അഡ്മിഷൻ എടുത്ത ഓരോ പേഴ്സൺസ് അല്ലെ, വ്യത്യസ്ത തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടെന്ന് നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ. അപ്പൊ അവര് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എത്ര പേഴ്സൺസിനെയാണ്, എത്ര നഴ്സുമാരാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടതുണ്ടാവും. അത് ഒരു സ്റ്റാൻഡേർഡ്, ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടാണ് അത് മനസ്സിലാക്കി വരുന്നത്. അപ്പൊ മീറ്റ് ഓപ്പറേഷൻ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫോർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻ ആൻഡ് പ്രൊസീജിയേഴ്സ്. ആ സ്റ്റാൻഡേർഡ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി പ്ലാനിങ്ങും പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അത് നേടിയെടുക്കാനുള്ള ആസൂത്രണം, അതായത് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്ത് എടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? സൂപ്പർവൈസറുടെ. അതായത് ഇത്ര നഴ്സുമാര് ഇന്ന ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇന്ന രീതിയിലൂടെ നടപടിക്രമത്തിലൂടെയാണ് ആ സ്റ്റാൻഡേർഡ് നേടിയെടുക്കാൻ സാധിക്കുക. അതെല്ലാം അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ആരുടെയാണ്? സൂപ്പർവൈസറിന്റെ. നെക്സ്റ്റ്, മെയിൻറ്റെയിൻ നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് റൈറ്റ് നോംസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. നമുക്കറിയാം കുറെ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു നഴ്സുമാരെ കൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള തത്വങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് നോംസ്, മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ പോളിസി, നയങ്ങള്, നടപടിക്രമങ്ങള് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ചിലത് നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊരു പക്ഷേ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ശരിയായി വരണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പരിഹരിച്ച് വീണ്ടും നല്ല നല്ല പ്രൊസീജിയേഴ്സും പോളിസീസും ഒക്കെ കൊണ്ടുവരേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് നമുക്കറിയാം അവിടെയുള്ള വർക്കേഴ്സ് അല്ലെ, പ്രസന്റ് പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. എല്ലാവരോടും ഒരു നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധം അവർക്ക് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. പേഷ്യൻസിന്റെ ആവശ്യകതകളൊക്കെ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ, നമുക്ക് തിരിച്ചറിയണമെങ്കിൽ എന്താണ്, ആ പേഷ്യൻസിനോട് ഒരു നല്ല വൈവിധ്യമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ് നമ്മുടെ സൂപ്പർവൈസറിന്, നമ്മൾ നേരത്തെ പറഞ്ഞാലും ചില കൗൺസിലിംഗ് പേഷ്യൻസിന് ആവശ്യമാണെങ്കിൽ അതൊക്കെ നടത്തി കൊടുക്കേണ്ടത് സൂപ്പർവൈസറാന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കണം അല്ലെ. അപ്പൊ അവരായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഇവരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. Then provide information needed to patients and the healthcare team. പുതിയ അറിവുകൾ അല്ലെ, നമ്മുടെ ആശയങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുന്നത് സൂപ്പർവൈസേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ടീമിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ്, നല്ല നല്ല വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, പകർന്നു കൊടുക്കുക എന്നുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റി ആണ് സൂപ്പർവൈസറിന്റേത്. Then maintain a documentation of a patient care service. അപ്പൊ ഇത്തരത്തിലുള്ള പേഷ്യൻസിന് നല്ല സർവീസ്, നല്ലൊരു സേവനം കാഴ്ചവെക്കുമ്പോൾ അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതും ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് വൺ പറയുന്നത്? കൺഫേം ഓപ്പറേഷൻ ഓഫ് എ മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. നമുക്കറിയാം അവിടെ നഴ്സുമാര് അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നതോടൊപ്പം തന്നെ അവർക്ക് ചില എക്യുപ്മെന്റ്സും കൊണ്ടേയും ആവശ്യകതയുണ്ടാവും അല്ലെ.
എന്താണ് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ്, അത് ചിലപ്പോൾ എക്യുപ്മെന്റ്സിന്റെ അഭാവം കൊണ്ടാണോ, അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ എത്തിക്കാനായിട്ട് അത് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടിയും കൂടി ആരുടെയാണ്, നമ്മുടെ നഴ്സിംഗ് സൂപ്പർവൈസറിന്റേതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് മെയിൻ ആയിട്ട് നഴ്സിംഗ് സൂപ്പർവൈസറിന്റേതാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ അല്ലേ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ പറയാം. അപ്പോ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ് പറയുന്നുണ്ട്, നോക്കാം. Meet operational standards by donating information to strategic plans and procedures. അതായത് നമ്മള് നേരത്തെ കൂട്ടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായെങ്കിൽ അല്ലെ, നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് ഓഡിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും തോന്നുന്നു തേർഡും ഫോർത്തും മൊഡ്യൂളിലൊക്കെ പഠിക്കാനുണ്ട് ഓഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആ ഓഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നഴ്സുമാരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവരൊരു നേരത്തെ കൂട്ടി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇത്ര പേഷ്യൻസിന് ഇത്ര നഴ്സുമാർ വീണം എന്നുള്ളത് നേരത്തെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടാണ് ആ പേഷ്യൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് ആ ഡ്യൂട്ടി അവർക്ക് അവൈലബിൾ ആക്കുന്നത്. അപ്പോ ഇത് മീറ്റ് ചെയ്യാനായിട്ട്, ആ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഇൻഫോർമേഷൻസ് അത് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യുകയും പ്രൊസീജിയേഴ്സ് അതായത് അതിന്റെ നടപടിക്രമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നുള്ളത്, അതായത് ഒരു ഡ്യൂട്ടി അത് എത്രത്തോളം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ആർക്കാണ് ഇത്തരം ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്, എത്രത്തോളം പേഷ്യൻസിന് ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസിനെ കുറിച്ചിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും നടപടിക്രമങ്ങളെല്ലാം തയ്യാറാക്കേണ്ടത് ആരാണെന്ന് പറയുന്നു, നമ്മുടെ സൂപ്പർവൈസർ പോസ്റ്റിലുള്ള വ്യക്തിത്വമാണെന്ന് പറയും. നോംസ് എന്ന് പറയുന്നതും മാനദണ്ഡങ്ങൾ തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ കൂട്ടി നിശ്ചയിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സ്റ്റാൻഡേർഡ്സ് നോംസ് എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? Last point, confirm operation of a medical and administrative equipment and verify emergency equipment availability. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള നഴ്സുമാർ ഉപയോഗിക്കേണ്ടത്, അതേമാതിരി തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും ഭരണതലത്തിലും ഉപയോഗിക്കേണ്ടതായ എക്യുപ്മെന്റ്സ്. നമുക്കറിയാം ഹോസ്പിറ്റലില് അവിടെ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് പവറിലുള്ളവർക്കും ജസ്റ്റ് കുറെ കാര്യങ്ങളൊക്കെ വേണമല്ലേ, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫീസ് വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ വേണം. ഇപ്പൊ ഈ എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ്, സ്മൂത്ത് ആയിട്ട് അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യാൻ പോകാനായിട്ട് സാധിക്കും. സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നഴ്സിംഗ്മാരുടെ ഇടയിൽ മാത്രമല്ല സൂപ്പർവൈസറിന്റെ പോസ്റ്റ്, മറ്റേതൊരു പൊസിഷനിലും എന്താണ് സൂപ്പർവൈസറിന്റെ പോസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ അവൈലബിലിറ്റി അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ആ പേഴ്സൺ ഏബിൾ ആയിരിക്കും എല്ലാം ചെയ്യാനായിട്ട്. മതിയായ ഉപകരണം ഇല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും ഇല്ല. അപ്പൊ അതും കൂടി കൃത്യമായിട്ട് അവൈലബിൾ ആക്കേണ്ട ഒരു സ്ഥിതിവിശേഷം സ്ഥിതിവിവര കണക്ക് കൃത്യം അനുസരിച്ചിട്ട് അവിടെ ആവശ്യമാണ് ഈ എക്യുപ്മെന്റ്സുകളെല്ലാം, അത് എല്ലാം ഉറപ്പാക്കേണ്ട ഡ്യൂട്ടിയും സൂപ്പർവൈസറിന്റേതാണ്. ഇൻ കേസ് എമർജൻസി ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിലും അവിടെ നമുക്കറിയാൻ പെട്ടെന്ന് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് എമർജൻസി കേസ് വരുമ്പോൾ ഒരു നഴ്സിനെ ചിലപ്പോൾ ഒരു പക്ഷേ സൂപ്പർവൈസറിന് തരപ്പെടുത്തി കൊടുക്കും. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സും കൂടി എത്തിക്കേണ്ടതും ആര് തന്നെയാണ്, സൂപ്പർവൈസേഴ്സ് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതെല്ലാം
അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്താണ് നഴ്സിംഗ് ഇൻചാർജ്. അപ്പൊ നമ്മുടെ ഹയറാർക്കിയുടെ നെക്സ്റ്റ് പേഴ്സൺ ആണ് നഴ്സിംഗ് ഇൻചാർജ്. നോക്കാം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ഡ്യൂറിങ് ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അതായത് ഓരോ ഷിഫ്റ്റും അനുസരിച്ചിട്ട് നമുക്കറിയാം 24 hours വർക്കിംഗ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഓരോ ഷിഫ്റ്റുകൾ ഉണ്ടാവും. ആ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് ഒരു യൂണിറ്റ്, ഒരു സ്പെസിഫിക് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് വാർഡില് ഒരു ഇൻചാർജ് ഉള്ള ഒരു പേഴ്സൺ ഉണ്ടാവും അല്ലെ. നമുക്ക് അറിയാം അവിടെ ഡ്യൂട്ടിക്ക് ഒരുപാട് നഴ്സുമാരൊക്കെ ഉണ്ടാവും. പക്ഷെ ആ നഴ്സുമാരില് ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ് കൂടുതൽ ആ വാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വരല്ല. അവരാണ് റെസ്പോൺസിബിൾ ഇന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടത്. അപ്പൊ ആ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. അതായത് ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും യൂണിറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും വാർഡിലോ പ്രധാനമായിട്ടും കാര്യങ്ങൾ ചെയ്ത് തയ്യാറാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നഴ്സിംഗ് ഇൻചാർജ്. ഇറ്റ് ഈസ് എ ഡ്യൂട്ടി ഓഫ് ദ നഴ്സിംഗ് ഇൻചാർജ് ടു ഷെഡ്യൂൾ ആൻഡ് ഡയറക്ട് ദ നഴ്സിംഗ് കെയർ ഇൻ എ സ്പെസിഫിക് വാർഡ് ഓർ യൂണിറ്റ് ടു ഈച്ച് അസൈൻഡ് ഷിഫ്റ്റ്. അപ്പൊ അവിടെയുള്ള നഴ്സുമാരെല്ലാം ഇന്ന ഡ്യൂട്ടികൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതായത് പേഷ്യൻസിനെ ആണെങ്കിൽ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. നമുക്കറിയാം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ അത് നമ്മൾ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു കാണും. എന്താണ് ആ ഒരു വാർഡിൽ നിന്ന് ആ പേഷ്യന്റ് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതായിട്ട് എന്തെങ്കിലും കാര്യം മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺ അത് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ മാത്രമേ എന്താണ് അവർക്കാണ് അതിന്റെ മെയിൻ റോള്. അതായത് ആ ഒരു വാർഡിലെ മെയിൻ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ആ ഇൻചാർജ് ഉള്ള പേഴ്സണ് അറിവ്, വ്യക്തമായ ഒരു അറിവ് ഉണ്ടായിരിക്കണം. അപ്പൊ അവിടെയുള്ള നഴ്സുമാരെ ഡയറക്റ്റ് ചെയ്യുന്നതും അതല്ലെങ്കിൽ അവിടെയുള്ള പേഷ്യൻസിനെ എല്ലാം ഇൻചാർജോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ആ ഒരു നഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി നോക്കാം. എന്താണ് നെക്സ്റ്റ് സെന്റൻസ്. ഇറ്റ് ദെയർ ഈസ് എനി പ്രോബ്ലം വിത്ത് ദെയർ പേഷ്യന്റ് ഇറ്റ് ഈസ് നഴ്സിംഗ് ഇൻചാർജ് ഹു കോണ്ടാക്ട് ദ പേഷ്യന്റ് ഫസ്റ്റ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെ പേഷ്യന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവര് ആദ്യം കോണ്ടാക്ട് ചെയ്യേണ്ടത് ആരെയാണ്? നഴ്സിംഗ് ഇൻചാർജിനെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇനി ഇഫ് ദ പേഷ്യന്റ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ദ റെസ്പോൺസ് ആസ്ക് ടു സ്പീക്ക് ടു ദ നഴ്സിംഗ് സൂപ്പർവൈസർ. ഇനി അവർക്ക് മതിയായ ഒരു റിസൾട്ട് നഴ്സിംഗ് എന്താണ് ഇൻചാർജിൽ നിന്ന് കിട്ടിയില്ല എങ്കിലാണ് എന്താണ് സ്പീക്ക് ടു നഴ്സിംഗ് സൂപ്പർവൈസറിനോട് പറയേണ്ടതായിട്ട് വരും. പേഷ്യന്റിന് എന്തെങ്കിലും മാറ്റേഴ്സ് ഫീൽ ചെയ്യുകയാണ് എങ്കിൽ അല്ലെ ചിലപ്പോൾ ഒരു പക്ഷെ നഴ്സുമാരുടെ സേവനം പിടിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്നും അവർക്ക് അത് ആക്റ്റീവായിട്ട് അല്ലെ നമുക്കൊന്ന് പോസിറ്റീവ് മൈൻഡോടുകൂടി എടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള ആ ഒരു പേഴ്സണോടാണ്. അവരിൽ നിന്നും കിട്ടുന്ന ആൻസേഴ്സും കൃത്യതയല്ല എങ്കിലും എന്താണ് നെക്സ്റ്റ് പേഴ്സൺ ആണ് എന്താ നഴ്സിംഗ് സൂപ്പർവൈസർ. അതായത് ഈ നഴ്സിംഗ് ഇൻചാർജിന് മേലെയുള്ള തലത്തിലുള്ള പോസ്റ്റിലുള്ള വ്യക്തിത്വമാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ. അപ്പൊ ഇവര് നെക്സ്റ്റ് പറയേണ്ടത് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അടുത്താണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെ അത്രത്തോളം ഒരു ഇത് അല്ലെ പവർ ആർക്കുണ്ട്? നഴ്സിംഗ് ഇൻചാർജിനുണ്ട്. ഒരു വാർഡില് അല്ലെങ്കിൽ ഒരു യൂണിറ്റില് മെയിൻ ഇൻചാർജ് ഉള്ള വ്യക്തിത്വമാണ് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സന്റേജ്. അവിടെയുള്ള നഴ്സുമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ഡയറക്ട് ചെയ്യുകയും ചെയ്യേണ്ടത് നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിത്വമാണ്. അത് മാത്രമേ തന്നെ പേഷ്യൻസിന് എന്തെങ്കിലും മാറ്റേഴ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നഴ്സിംഗ് ഇൻചാർജിനെ അറിയിക്കണം. അവരിൽ നിന്നും കിട്ടുന്ന കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടിയില്ല എങ്കിൽ മാത്രമാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അവരുടെ എന്താണ് ഡ്യൂട്ടീസ്, ചുമതലകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നുള്ളതാണ്. ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. നമ്മൾ നേരത്തെ കണ്ടതുമാതിരി തന്നെ എല്ലാവരും അവിടെയുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റാഫുകളെല്ലാം സൂപ്പർവൈസർ ഏതോടെ വഹിക്കേണ്ട ഡ്യൂട്ടി ആരുടേതാണ്? നമ്മുടെ നഴ്സിംഗ് ഇൻചാർജിൻ്റെതാണ്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു സൂപ്പർവൈസർ പക്ഷെ ഒരു വാർഡിൽ മാത്രമല്ല നിൽക്കുന്നത് അല്ലെ. അവര് മൊത്തത്തിൽ ക്ലോക്ക് വൈസ് ആയിട്ട് എല്ലാവരുടെയും റൗണ്ട് അടിക്കുകയാണ്. എല്ലാ വാർഡിലേക്കും എല്ലാ തലങ്ങളിലേക്കും അദ്ദേഹം പോകും. അതേസമയം നഴ്സിംഗ് ഇൻചാർജ് ഉള്ള പേഴ്സൺ എവിടെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? അവരവരുടെ ആ വാർഡിലുള്ള നഴ്സുമാരെയാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ടു സൂപ്പർവൈസ് ആൻഡ് സപ്പോർട്ട് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. അവരുടെ യൂണിറ്റിലുള്ള എല്ലാ നഴ്സുമാരെ സപ്പോർട്ട് ചെയ്യുകയും മേൽനോട്ട വഹിക്കുകയും ചെയ്യുന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി ആയിട്ട് പറയുന്നത്. ദെൻ സെക്കൻഡ്, റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് ഹൈ ലെവൽ പേഷ്യന്റ് സർവീസസ്. അതായത് നല്ല ഒരു സർവീസ് അല്ലെ ആ പേഷ്യൻസിന് നല്ല ഒരു സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭേദഗതികൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം ആരുടേതാണ്? നഴ്സിംഗ് സൂപ്പർവൈസറുടേതാണ്. ഓക്കെ.
നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ടു പ്രിപ്പയർ മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റിപ്പോർട്ട് സൂപ്പർവൈസർ. അപ്പൊ അതിലെ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മന്ത്ലി ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുക. അതായത് നഴ്സുമാർ അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് മസ്റ്റായിട്ടും എന്താണ് അവരുടെ ഡ്യൂട്ടി ചിട്ടപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ ആ വാർഡിലെ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ് ഈ ഓരോ നഴ്സുമാർക്കും ഏത് ഷിഫ്റ്റിലാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത് എന്നനുസരിച്ചിട്ട് ആ ഡ്യൂട്ടി റോസ്റ്റർ തയ്യാറാക്കുന്നത്. അതിന്റെ റിപ്പോർട്ട് സൂപ്പർവൈസർ, എന്നിട്ട് അതിന്റെ ആ ഒരു റിപ്പോർട്ട് ആർക്ക് കൊടുക്കേണ്ടതുണ്ട്, സൂപ്പർവൈസറിന് കൊടുക്കേണ്ടതുണ്ട്. ദെൻ ടു മെയിൻറ്റെയിൻ വാർഡ് ഓപ്പറേഷൻ, അതായത് വാർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്തിച്ച് കളയേണ്ടതോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടത് ആരാണ്, നമ്മുടെ ഇൻചാർജ് ഉള്ള പേഴ്സൺ ആണ്. ദെൻ ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോട്രിക് റിപ്പോർട്ട്സ്, അതായത് നമുക്ക് എന്തെങ്കിലും അല്ലെ ഒരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും മെഡിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ചികിത്സാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വൈദ്യുതി സഹായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളും അത് മാത്രമേ തന്നെ മയക്ക് മരുന്ന് സംഭവങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ വ്യക്തികൾക്ക് കൊടുക്കുന്ന മെഡിസിനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടതും ആര് തന്നെയാണ്, നഴ്സിംഗ് ഇൻചാർജ് പേഴ്സൺ. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോട്ടിക് റിപ്പോർട്ട്, അതായത് വൈദ്യസഹായവും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് വിഭാഗം എന്നുള്ള ആ ഒരു ലേബലിൽ വരുമ്പോൾ അതില് മയക്കിക്കെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും ആ വാർഡില് ചിലപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമുക്കറിയാലോ, അത് എന്താ പറയുക ഫാർമസിന്ന് വരെയും വെറുതെ ഫ്രീ ആയിട്ടൊന്നും അങ്ങനെ നമുക്ക് ആർക്കും ചീപ്പായിട്ട് നേരിട്ട് മേടിക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അത്തരത്തില് എന്തെങ്കിലും അബോധാവസ്ഥയിലാക്കേണ്ട മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തേണ്ടത് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. അതാണ് ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ടു മെയിൻറ്റെയിൻ മെഡിക്കേഷൻ ആൻഡ് നാരോട്ടിക് റിപ്പോർട്ട്സ്, നമ്മൾ കൊടുക്കുന്ന ചികിത്സ കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്, അതായത് ഇൻചാർജ് ഉള്ള വ്യക്തി. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു മെഡിസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടും തയ്യാറാക്കേണ്ടത് ആരാണ്, നഴ്സിംഗ് ഇൻചാർജ് ഉള്ള വ്യക്തിയാണ്. ഓക്കെ, ലിസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ വായിച്ചു നോക്കുക, എന്തെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ലാസ്റ്റ് പോയിന്റ് ആണ്, ഒരു ചെറിയ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നത് അല്ലെ. നിങ്ങൾക്ക് ആ ഒരു മീനിങ് മനസ്സിലാക്കാൻ നാരോട്ടിക് റിപ്പോർട്ട്സ് എന്നുള്ളത് എന്തെങ്കിലും അൺകോൺഷ്യസ് ആയിട്ട് കിടക്കേണ്ടത് അല്ലെ. നമുക്ക് ചിലപ്പോൾ പെയിനൊക്കെ കൂടി വരുമ്പോൾ ചില മെഡിസിൻസ് ഒക്കെ ചിലപ്പോൾ അഡീഷണലൊക്കെ ആയിട്ട് കൊടുക്കേണ്ടതുണ്ടാവും വാർഡിലൊക്കെ കിടക്കുമ്പോൾ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്സുകൾ തയ്യാറാക്കേണ്ട ഡ്യൂട്ടിയും ആ വാർഡിന്റെ ഇൻചാർജ് ഉള്ളത് കൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണെന്നുള്ളതാണ് പറയുന്നത്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. സ്റ്റാഫ് നേഴ്സ് ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാഫ് നേഴ്സ് ആണ് നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റാഫ് നേഴ്സ് ഹു ഹാൻഡിൽസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്. സ്റ്റാഫ് നേഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ എ ഡിപ്ലോമ ഫ്രം എ റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതായത് നമുക്കറിയാം, നമ്മൾ കൂടുതലായിട്ടല്ലേ ഓരോ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് സ്റ്റാഫ് നഴ്സുമാരാണ്. ഓരോ ഡ്യൂട്ടികളായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ അവരെ സേവനം അനുഷ്ഠിക്കുന്നുണ്ടാവും. അപ്പം അവര് അതുകൊണ്ട് തന്നെ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക്, ഹു ഈസ് ദ ലാർജസ്റ്റ് സെഗ്മെന്റ് ഓഫ് ഹെൽത്ത് കെയർ വർക്ക് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് നഴ്സ് ആണ് ഇത് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെ.
ആ ഭാഗത്ത് തന്നെ എല്ലാ ഭാഗത്തും അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ടാവും. സ്റ്റാഫ് നഴ്സ് മസ്റ്റ് ഹാവ് എ ബാച്ചിലർ ഡിഗ്രി ഓർ ഡിപ്ലോമ ഫ്രം റെക്കഗ്നൈസ്ഡ് നഴ്സിംഗ് പ്രോഗ്രാം. അതായത് രജിസ്ട്രേഷനുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആർക്കുണ്ടായിരിക്കണം, സ്റ്റാഫ് നഴ്സിന് ഉണ്ടായിരിക്കണം. Then they spend a lot of their time providing direct patient care. കൂടുതലായിട്ട് അവരവരുടെ സമയം പേഷ്യന്റ് ആയിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വമാണ് സ്റ്റാഫ് നഴ്സിന്റേത്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ്, മോണിറ്റർ ആൻഡ് അസസ് ദ പ്രോഗ്രസ് ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റ് നമ്മൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ പേഷ്യന്റിനെയും അവർ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് മരുന്ന് കൊടുക്കുകയും എക്സാമിൻ ചെയ്യുകയൊക്കെ ചെയ്താൽ അതിന്റെ നഴ്സിന്റെ പേഷ്യന്റ് ആണെന്ന് വെച്ചാൽ അവർ തന്നെയായിരിക്കും ആ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നത് വരേക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മരുന്ന് കൊടുക്കുകയും ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റേഴ്സ് ഒക്കെ വരുമ്പോഴും അത്തരത്തിലുള്ള നഴ്സുമാരായിരിക്കും അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നത്. സ്റ്റാഫ് നഴ്സ് കണ്ടിന്യൂസ്ലി ഒബ്സർവ് ആൻഡ് മോണിറ്റർ and assess the progress of each patient. If there is a sudden change in any patient condition, nurse takes appropriate action such as medication or calling the doctor. ജെയ്സ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കാല്, ഇപ്പൊ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കാല് പെട്ടെന്ന് അവർ വൊമിറ്റിംഗ് ചെയ്തു, അല്ലെ പേഷ്യന്റ് പെട്ടെന്ന് തന്നെ വൊമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിംറ്റംസ് അവർ കാണിച്ചു, അവർ അവരുടെ ഡ്യൂട്ടി നിർവഹണത്തിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിനെ ഒന്ന് ഒരു ഹൈ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ട ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിലുള്ള ആക്ഷൻസ് അതിൽ തന്നെ അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ട ഒരു ഡ്യൂട്ടി നഴ്സുമാരുടെയാണ്. അതിനുശേഷം ഒരു ഓക്കെ അല്ല എങ്കിൽ എന്താണ് അവര് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യണം, അല്ലെ. ഇൻ കേസ് ഓക്കെ ആണെങ്കിൽ കൂടി ചിലപ്പോൾ അവരവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ഡോക്ടേഴ്സിനെ ഇങ്ങനെ ഇൻഫോം ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നഴ്സ് ടേക്ക് അപ്രോപ്രിയേറ്റ് ആക്ഷൻ സച്ച് ആസ് മെഡിക്കേഷൻ. അത് അവരുടേതായ ചികിത്സാ മാർഗങ്ങൾ, ഫസ്റ്റ് എയ്ഡ് പോലെ എന്തെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുണ്ട്. ഫോർ കോളിംഗ് ദ ഡോക്ടർ. കേസ് അതുകൊണ്ട് പറ്റിയില്ല എങ്കിൽ അവര് എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് സ്റ്റാഫ് നഴ്സ് ആണ്. നമുക്കറിയാം നമ്മുടെ ഡ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണ് സ്റ്റാഫ് നഴ്സുമാര്. അവര് ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിനെ ഡയറക്റ്റ് ആയിട്ട് അവര് എപ്പോഴും അവരുടെ ഡ്യൂട്ടി നിർവഹണം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. പിന്നെ ഇൻ കേസ് അവർ അവരുടെ ഡ്യൂട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വരികയാണ് എങ്കിൽ ഫസ്റ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കേണ്ടത് ആരാണ്? സ്റ്റാഫ് നഴ്സുമാരാണ്. ഇൻ കേസ് അവരുടെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ അറിയിക്കേണ്ടതുമാണ്. ഇനി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നുണ്ട്. എന്താണ്? എസ്റ്റാബ്ലിഷ് എ പേഴ്സണൽ റിലേഷൻ വിത്ത് പേഷ്യന്റ്. അവരൊരു നല്ലൊരു റിലേഷൻ, അല്ലെ, പേഷ്യന്റ് ആയിട്ട് ഒരു നല്ല റിലേഷൻ, നല്ലൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ഒരു രോഗികളായിട്ട് അവര് വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോ നഴ്സുമാര് പറയുന്ന ആ മൊമെന്റിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ പേഷ്യൻസിനോട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ആ കൃത്യനിർവഹണം നിർവഹിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെ. ഇഞ്ചക്ഷൻ ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും നഴ്സുമാർ അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു പോകണമെങ്കിൽ എന്താണ്? നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുക പേഷ്യന്റ്മാരായിട്ട്. അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. എസ്റ്റാബ്ലിഷ് എ സിസ്റ്റമാറ്റിക് സിമ്പത്തറ്റിക് എൻവയറൺമെന്റ് ബൈ പ്രൊവൈഡിങ് ഇമോഷൻ, സൈക്കോളജിക്കൽ, സ്പിരിച്വൽ സപ്പോർട്ട് ടു പേഷ്യന്റ്, ഫ്രണ്ട്സ്, ഫാമിലീസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു കാര്യം തന്നെയാണ് ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അവരൊരു സിമ്പത്തറ്റിക് എൻവയൺമെന്റ് എന്ന് വെച്ചാൽ ഒരു രോഗികളാകുമ്പോൾ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു സിമ്പത്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പതി, അല്ലെ, ഒരു ദയ, ആ ഒരു എൻവയൺമെന്റ്, ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കണം. തന്നെ പ്രൊവൈഡ് ഇമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൈകാര്യങ്ങൾ അല്ലെങ്കിൽ സൈക്കോളജിക്ക് എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ട് എന്തെങ്കിലും സ്പിരിച്വൽ ആത്മീയമായിട്ട് എന്തെങ്കിലും സപ്പോർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ നമുക്കറിയാം ചിലപ്പോ ചിലർക്ക് പെയിൻ ഉണ്ടാവുമെന്ന് അറിയാമല്ലേ. അപ്പൊ നഴ്സുമാർ എന്താ ചെയ്യാം? അത് മാറൂട്ടോ, എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യമായിട്ട് പറയും, വേദന ഇല്ലാതെ ഞാൻ ചെയ്യാട്ടോ, ഇത് എല്ലാവർക്കും ഉള്ളതാട്ടോ, ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു രീതി. നമ്മളെല്ലാവരും തന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനം നേടിയിട്ടുള്ളവരായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ നഴ്സുമാരുടെ ഡ്യൂട്ടി ചെയ്യുന്നവരുമായിരിക്കാം. അപ്പൊ എന്താണ്? അവര് എപ്പോഴും ഒരു സ്വാതന്ത്ര്യമായിട്ട് ഒരു പേഷ്യൻസിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഒരു സിമ്പത്തറ്റിക് ആയിട്ട്, അതല്ലെങ്കിൽ ഒരു അവരുടെ വികാരങ്ങളെ ഒരു നല്ല രീതിയിൽ തന്നെ ഒരു സ്പിരിച്വൽ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ഫാമിലി മെമ്പേഴ്സിനോട് കൂടെ എന്ന മാതിരി അവര് കൈകാര്യം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി എന്താണ് നഴ്സുമാർക്ക് ഉണ്ട്.
പോയിന്റ് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് വ്യത്യസ്ത തരത്തിലുള്ള ഒരു മനുഷ്യന്റെ വികാരങ്ങളെ ഒരു മാനിക്കാത്തക്ക വിധത്തിൽ എന്തെങ്കിലും ഒരു ഭാഗം അത് ഈ നഴ്സുമാർക്കും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോ എന്താ പറയുക, ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചപ്പോൾ റിസപ്ഷനിസ്റ്റിന് കുറെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നു പറഞ്ഞില്ലേ. അപ്പൊ അത് തന്നെയാണ് നഴ്സുമാർക്കും അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചില വൈകാരിക സംഭവങ്ങളെല്ലാം അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പേഷ്യൻസിനെ നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ്? സോൾവ് പേഷ്യൻസ് പ്രോബ്ലംസ്, മെയിൻറ്റെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയറമെന്റ്. എപ്പോഴും എന്താണ് പേഷ്യൻസിന്റെ പ്രോബ്ലംസ് അല്ലെ, അവരെപ്പോഴും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മാറോ, പെയിൻ കൂടുന്ന കുറയോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും, ചിലപ്പോ ആണെങ്കിൽ ഗ്യാസ് ട്രബിൾ ആയിരിക്കാം, ചിലപ്പോ ആണെങ്കിൽ യൂറിൻ പ്രോബ്ലം ആയിരിക്കാം. എന്ത് പ്രോബ്ലം ആണെങ്കിലും അവരെന്താണ് നമ്മുടെ നഴ്സുമാരോട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവർ ഈ പ്രോബ്ലംസിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പരമാവധി പറഞ്ഞു വരുന്നോ അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കാനായിട്ടുള്ള ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ചെറുതായിട്ടൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? നഴ്സുമാർക്ക് ഉണ്ടായിരിക്കണം. മെയിൻ സേഫ് ആൻഡ് ക്ലീൻ വർക്കിംഗ് എൻവയറമെന്റ്, അവിടെ എല്ലാം നല്ല സേഫ് ആയിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു പശ്ചാത്തലം, ഒരു അന്തരീക്ഷം കെട്ടിപ്പിടിക്കാനായിട്ട് നമുക്കറിയാം നഴ്സുമാര് പറയും ഇല്ലെങ്കിൽ അത് ക്ലീൻ അല്ലാതിരിക്കരുത്, വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിടണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നഴ്സുമാർക്കുണ്ട് എന്നുള്ളത്. ദെൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സ്റ്റോറേജ് പ്രൊസീജിയർ, അതായത് നമ്മളുടെ ചികിത്സാപരമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളല്ലേ, അപ്പൊ അവിടെ ഇന്ന പേഴ്സൺസിന് ഇന്ന മെഡിസിൻസ് ആവശ്യകതയുണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ട് നഴ്സുമാര് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതായത് രാവിലെ കുടിക്കേണ്ടതും നെക്സ്റ്റ് ടൈമില് ആവശ്യമുള്ളതൊക്കെ ആണെങ്കിൽ അത് നേരത്തെ കൂട്ടി ഇൻ കേസ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ മേടിച്ച് കളക്ട് ചെയ്ത് വെപ്പിക്കും. അതല്ലെങ്കിൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? സ്റ്റാഫ് നഴ്സിന്റേതാണ്. നെക്സ്റ്റ് ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. നമുക്കറിയാം ഇത് ചാർട്ടിൽ രേഖപ്പെടുത്തേണ്ടതുണ്ടല്ലേ, ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കേസ് വല്ല സ്കാനിങ്ങോ എക്സ്റേയോ അതെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചാർട്ടിൽ ഉൾപ്പെടുത്തി ഡോക്ടേഴ്സ് വരുമ്പോൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങളെല്ലാം ആദ്യതാണ് സ്റ്റാഫ് നഴ്സിന്റേതാണ്. മെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ് ആൻഡ് കീപ്പ് ഇൻഫോർമേഷൻ കോൺഫിഡന്റ്, അതായത് നമുക്കറിയാം പേഷ്യന്റിനെ നമ്മൾ ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറോട് കൂടിയിട്ടൊക്കെയാണ് അവരെ ഹാൻഡിൽ ചെയ്ത് അവരിൽ നിന്ന് ആശയങ്ങളെല്ലാം സ്വീകരിക്കേണ്ടതുണ്ട്. അതനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സ് വരുമ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ പ്രോബ്ലംസ് ഉണ്ട് അല്ലെങ്കിൽ ഇന്ന മാറ്റേഴ്സ് അവർ ഫേസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ അവര് ഈ പേഷ്യന്റിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് എല്ലാം എന്താണ് നല്ല വ്യക്തമായിട്ടല്ലേ കോൺഫിഡൻസ് ഉള്ള രീതിയിൽ അവർക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കുന്ന രീതിയിൽ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അതായത് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ട്. മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള ഒരു ഫ്രീഡം അവർക്കില്ല അല്ലെ, സ്റ്റാഫ് നഴ്സിനില്ല. അവര് നല്ല ഫ്രീ ആയിട്ടാണ് പേഷ്യൻസ് ഇവരോടെല്ലാം തുറന്നു പറയുന്നത്. അപ്പൊ അതെല്ലാം എന്താണ് ഡോക്ടേഴ്സ് എന്തെങ്കിലും ഡയഗ്നോസുമായിട്ട് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കുക, അതായത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കുകയും ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. മെയിൻറ്റെയിൻ പേഷ്യന്റ് കോൺഫിഡൻസ്, അത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു റൂട്ടീൻ കൂടി ആരുടേതാണ്? സ്റ്റാഫ് നഴ്സിന്റേതാണ്. ദെൻ മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവിടെയുള്ള മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ആണോ എന്ന് പറഞ്ഞ മാതിരി തന്നെ ഇൻ കേസ് വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ്സിന്റെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന്റെയൊക്കെ ആവശ്യകതയുണ്ടെങ്കിൽ അതിന്റെയൊക്കെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. Then maintain professional and technical knowledge by attending education workshop. അപ്പോൾ നമുക്ക് അറിയാം ഇൻ കേസ് എന്തെങ്കിലും നോളജ്, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും കൂടി ചിലപ്പോൾ പേഷ്യൻസിന് കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ബൈ അറ്റൻഡിങ് എഡ്യൂക്കേഷൻ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു ടെക്നിക്കൽ നോളജും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് തൊഴിൽപരമായിട്ടുള്ള ആ ഒരു അറിവും പുലർത്തിക്കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടമാകുമ്പോൾ പുതിയ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ പേഷ്യൻസിന് അത് മനസ്സിലാവണമെന്നില്ല. ഇവർക്കും പുതിയതായിട്ട് നഴ്സുമാർക്കും പുതിയ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതെല്ലാം പഠിച്ചിരിക്കേണ്ടതുണ്ട്. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. ചില പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോളജ് ഇവര് നേരത്തെ സമ്പാദിക്കേണ്ടതുണ്ട്. അതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത്? സ്റ്റാഫ് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അല്ലെ, ഇപ്പോ
എങ്ങനെയാണോ ആ സാഹചര്യത്തിലോട്ട് പൊരുത്തപ്പെട്ട് പോകേണ്ടതുണ്ട്. അതിപ്പോ ടെക്നിക്കൽ അവയർനെസ് ആയിരിക്കും ഒരുപക്ഷെ യന്ത്ര സാമഗ്രികളുടെ ഉപയോഗം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം മനസ്സിലാക്കി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ആർക്കേണ്ട സ്റ്റാഫ് നഴ്സിന് ഉണ്ടായിരുന്നു. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഒരു ചാപ്റ്റർ കൂടിയുണ്ട് CSSD. അപ്പോ നിങ്ങളത് എടുത്തു വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാവരും കയ്യിൽ അത് ഉണ്ടോ? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലെ, കാരണം നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോഴാണ് അതെടുത്തേക്കാവുന്ന. അതായത് എന്തായാലും CSSDയും കൂടിയും ഉണ്ട്. അത് നമുക്ക് നേരത്തെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോ CSSD നമുക്ക് നെക്സ്റ്റ് ടൈമിൽ എടുക്കാം. ഇന്ന് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് PDF ഒക്കെ എടുത്ത് കഴിഞ്ഞില്ലായിരുന്നു? അതായത് അവസാനിക്കാറായി കാണും അല്ലേ? നമ്മള് CSD ആണ് നമ്മൾക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അത് ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു സംഭവം എടുത്തിട്ടില്ല എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. നോക്കാം. അപ്പോ എന്താണ് 7th പോയിന്റ് അല്ലേ? മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ചെക്കിങ്. ഇൻവെന്ററി എന്ന് വെച്ച് കഴിയുമ്പോൾ സ്റ്റോക്ക് ആണ്. അതിപ്പോ നമുക്കറിയാം, ചിലപ്പോ ഓരോ പേഷ്യൻസിനും അനുസരിച്ചിട്ട് കുറെ മെഡിസിൻസിന്റെ കാര്യം നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ചില എക്യുപ്മെന്റ്സിന്റെ ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ നീഡീസിന്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അല്ലെ? അവരുടെ ആ രോഗിയുടെ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രോഗാവസ്ഥയെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യകതകളുണ്ടാവും. ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ പറയില്ല, ഇന്ന് നിങ്ങൾ മാസ്ക് മേടിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൗസുകൾ കൊണ്ടുവരണം, ഇന്ന ഇതുകൾ കളക്ട് ചെയ്ത് കൊണ്ടുവരണം. അതല്ലെങ്കിൽ അവിടെ തന്നെ ഹോസ്പിറ്റലുകാര് തന്നെ ഒരു ഇന്ന ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന സാധനങ്ങൾ അവിടെ ആവശ്യമാണ്. മെഡിസിൻ മാത്രമല്ല മറ്റു കാര്യങ്ങൾ കൂടിയും വേണം. അത് ഇൻവെന്ററി ചെക്ക് ചെയ്യേണ്ടതാണ്. അത് സ്റ്റോക്ക് ഉണ്ടോ, ഈ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനുള്ള സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. 5th പോയിന്റ് ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. അതായത് നമ്മൾ ഇപ്പൊ പറഞ്ഞു എന്തെങ്കിലും എക്സ്റേ എടുക്കുക അല്ലെങ്കിൽ സ്കാൻ ചെയ്യുക, ഇതെല്ലാം എന്താണ് ഈ ചാർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അല്ലെ? ഏതെങ്കിലും ഡോക്യുമെന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൈം ഡോക്ടർ വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇതെല്ലാം അവരവര് എന്താണ് പേഷ്യൻസ് അവരവരുടെ കാര്യങ്ങൾ ചെയ്തതനുസരിച്ചിട്ട് ആ റിപ്പോർട്ടുകൾ നഴ്സുമാരെ ഏൽപ്പിക്കും. ആ റിപ്പോർട്ടുകൾ അവരവരുടെ ചാർട്ടിലേക്ക് അവർ ഉൾപ്പെടുത്തിയിരിക്കും. ഡോക്യുമെന്റ് പേഷ്യന്റ് കെയർ സർവീസ് ബൈ ചാർട്ടിങ്. ഓക്കെ, അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തെങ്കിലും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. അതില് നമുക്ക് ലാസ്റ്റ് നോക്കാം എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റന്റ് നഴ്സിംഗ് ഈസ് ദ ഇൻഡിവിജ്വൽ who works under a staff nurse in supportive role under the assistant have duties like helping patients with their basic needs. They must be completed short-term diploma course of nursing. അതായത് നമുക്കറിയാം ഏറ്റവും താഴെയുള്ള ലെവലിലുള്ള വ്യക്തിത്വമാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റേത്. നമുക്കറിയാം എല്ലാവരും ആവശ്യമാണ് അല്ലെ? ഒരു ഇതാവുമ്പോൾ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നഴ്സുമാരും മാത്രം പോരാ, അവരെ വഹിച്ചുകൊണ്ട് പോകാനും അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കൊണ്ടുപോകാനും എല്ലാം എന്താണ് അവരുടെ അസിസ്റ്റൻസിന്റെ സപ്പോർട്ടും കൂടി ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് ഓർ അസിസ്റ്റിംഗ് നഴ്സിംഗ് ഇസ് ഇൻഡിവിജ്വൽ who works under a staff nurse in supporting role under അവരുടെ നഴ്സുമാരുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള റോളാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റേത്.
Assistants have duties like helping patients with their basic needs. അതായത് പേഷ്യൻസിന്റെ ബേസിക് നീഡ്സ് ചിലപ്പോൾ ഒരുപക്ഷെ കിടന്ന് ചികിത്സിക്കേണ്ടി വരുന്ന വ്യക്തിത്വമാണ് എങ്കിലും അവരുടെ ചില മാറ്റേഴ്സ് അല്ലെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ അസിസ്റ്റന്റ് നഴ്സുമാരുടെ ആവശ്യകതയുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സേവനമാണ് മെയിൻ ആയിട്ട് അവരുടെ ഡ്യൂട്ടി. ദേ മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ഫോർ നഴ്സിംഗ്. നമുക്കറിയാം ചിലപ്പോൾ അവർക്ക് ഫുഡൊക്കെ നേരിട്ട് ഭക്ഷണം കഴിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അവർക്ക് എടുത്തു കഴിക്കാൻ അല്ലെ സ്വമേധയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്കാവുമ്പോൾ എന്താണ് റൈസ് ട്യൂബിലൂടെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കേണ്ടതാവും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എന്താണോ ഒരു അവയർനെസ് അല്ലേ അതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിപ്ലോമ കോഴ്സ് ഒരു ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സ് ആണ് എന്താണ് നഴ്സിംഗ് അസിസ്റ്റന്റ്മാര് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവര് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നുള്ള ഡ്യൂട്ടിയിലേക്ക് വരിക. അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. അതായത് റൈസ് ട്യൂബിലൂടെ ഫുഡ് കൊടുക്കാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്ന പേഷ്യൻസിന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നഴ്സുമാരെ അറിയിക്കാനൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം ഒരു ഷോർട്ട് ടൈം അറിവ് എന്താണ് അവർക്ക് ഉണ്ടായിരിക്കും. ഇനി പറയുന്നത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഇവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഹെൽപ്പ് പേഷ്യൻസ് യൂസ് ദ ബാത്റൂം, ക്ലീൻ ആൻഡ് പേഷ്യൻസ്. അതായത് അവരുടെ ആ ഒരു അല്ലെ അവർക്ക് ബേസിക്കലി ആരെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി ഇവർക്കാണ് ഉണ്ടാവുക. Then maintain patients hygiene and change bedding. അതായത് നനഞ്ഞ രീതിയിൽ അവർക്ക് സ്വമേധയെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. Then turn the reposition and move patients between wheelchair, seats and bed. ഇപ്പൊ കിടന്ന് ചികിത്സിക്കുന്നവരൊക്കെ ആവുമ്പോൾ വീൽ ചെയറിൽ കൊണ്ടുപോകുക അല്ലെ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് നടക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല, പക്ഷെ ഒരു പക്ഷെ ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ വീൽ ചെയറിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും അവരുടെ ആവശ്യകതകളൊക്കെ കഴിയുമ്പോൾ അവരെ ബെഡിലേക്കൊക്കെ കൊണ്ടുപോകാനും അതേമാതിരി തന്നെ ബെഡിൽ തന്നെ നമുക്കറിയാം കട്ടിലൊക്കെ അല്ലെ എണിപ്പിച്ചിരുത്തേണ്ട ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെ അസിസ്റ്റന്റ് നഴ്സുമാരുടെ സേവനം ആവശ്യമായിട്ട് വരും. മീൽ ആൻഡ് ഹെൽപ്പ് പേഷ്യൻസ് ടേക്ക് ദെയർ ഫുഡ്. ഭക്ഷണം കഴിക്കുന്നതിന് ചിലപ്പോൾ റൈസ് ട്യൂബിലൂടെ ആയിരിക്കും അത് പക്ഷെ വാരി കൊടുക്കുകയോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിലാണെങ്കിൽ അത്തരത്തിലുള്ള ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് അല്ലെ പ്രായമായവർക്ക് ഇപ്പൊ ഹോം നഴ്സിന്റെ സേവനം അതൊന്ന് ജസ്റ്റ് ഓർത്താൽ മതി. അത്തരത്തിലുള്ള അസിസ്റ്റിംഗ് ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ട് ഹെൽപ്പിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടി ആയിട്ട് വരുന്നത്. പ്രഷർ വൈറ്റൽ സയൻസ് സജസ്റ്റ് ബ്ലഡ് പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് റിപ്പോർട്ട് RN അല്ലെ. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റൂട്ടീൻ നഴ്സുമാരെ അറിയിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആകുമ്പോൾ നഴ്സുമാരെ അവരുടെ മോണിറ്റർ അനുസരിച്ചിട്ടുള്ള RN എന്ന് പറയുന്നത് റൂട്ടീൻ നേഴ്സ് എന്നാണ്. റൂട്ടീൻ നേഴ്സ് RN എന്ന് പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. റൂട്ടീൻ നഴ്സുമാരെ അറിയിക്കേണ്ടത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല പ്രഷറിന്റെ വേരിയേഷൻ ഒക്കെ വരുമ്പോൾ ഒത്തിരി ഹൈ ആവുകയോ എന്തെങ്കിലും കുറഞ്ഞു പോയി തീരെ താഴ്ന്നു പോവുകയോ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അവിടെയുള്ള നഴ്സുമാരെ റൂട്ടീനായിട്ട് ഉള്ള നഴ്സുമാരെ അറിയിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി ആരാണ്? നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമുക്കറിയാം ഒരു ഹെൽപ്പിംഗ് പേഴ്സൺ ആയിട്ട് ഒരു ഹെൽപ്പിംഗ് വ്യക്തിത്വമാണ് നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ ഇത് മനസ്സിലാക്കുക. ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ചാപ്റ്റർ നമുക്ക് ഇതോടുകൂടി തീരെയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് എടുക്കാനുള്ളത് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ നിന്ന ചിലപ്പോൾ നിങ്ങളും ബ്രേക്ക് ആയി പോയിട്ടില്ല. എനിവേ എന്തായാലും CSSB ഞാൻ എടുത്തിട്ടില്ല എന്നത്തേക്ക്. നിങ്ങളുടെ കയ്യിലുള്ള PDF എടുത്തു വെക്കുക. കയ്യില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്.
നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് CSSD ആണ്. അപ്പോ അതിന്റെ കൂടി ഒരു ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തുടങ്ങി വെച്ചാലോ? തുടങ്ങി വെക്കട്ടെ. നോക്കാം എന്താണ് നമ്മളുടെ CSSD എന്ന് പറയുന്നത്. എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അത് എന്താണ് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, എന്തായാലും ഒരു തിയേറ്ററിലാണെങ്കിലും മറ്റേതെങ്കിലും കാര്യത്തിനാണെങ്കിലും എന്താണ് എക്യുപ്മെന്റ് ഷാർപ്പണായിട്ടുള്ള നമ്മൾ സ്പില്ലേജ് ഒക്കെ കണ്ടപ്പോൾ കണ്ടായിരുന്നു. എന്താണ് സിസേഴ്സും നീഡിൽസും ഒക്കെ എന്താ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, പേഷ്യൻസിനെ കൈകാര്യം ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇതെല്ലാം റീസൈക്കിൾ ചെയ്ത്, അതായത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, അത് വീണ്ടും അണുവിമുക്തമാക്കണം അല്ലെ? അതുമ്മ പറ്റിപ്പിടിച്ചിരിക്കുന്ന സൂക്ഷ്മജീവികൾ, അണുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അണുവിമുക്തമാക്കിയിട്ട് മാത്രമേ പിന്നെ നെക്സ്റ്റ് ടൈമിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ എന്താണ്, അണുക്കൾ അതും എന്തെങ്കിലും പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? അത് വെച്ചിട്ട് വീണ്ടും എന്തെങ്കിലും ഉപയോഗപ്രദമാക്കുമ്പോൾ, വേറെ എന്തെങ്കിലും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതുമ്മ എന്തെങ്കിലും അണുക്കൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ തക്ക നേത്രങ്ങൾ കൊണ്ട് നമുക്ക് അത് കാണാനായിട്ട് സാധിച്ചെന്ന് വരില്ല അല്ലെ? അത് അണുക്കളെ നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്മേലുള്ള ഒരു ചെറിയ ഇതാണ് സൂക്ഷ്മജീവികളൊക്കെ ഏതെങ്കിലും രീതിയിൽ മറ്റു പേഷ്യൻസിലേക്കൊക്കെ വന്ന് ഇൻഫെക്ഷൻ അതുമായി ബന്ധപ്പെട്ട അണുബാധ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പൊ പേഷ്യൻസിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ സേവനം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്നതിന് എന്താണ്, നമ്മൾ എല്ലാ തരത്തിലുള്ള ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യണം, അണുവിമുക്തമാക്കണം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കറിയാം ഒരു വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ വിവിധ ഡിപ്പാർട്ട്മെന്റ്, ന്യൂറോളജിന്റെ, നെഫ്രോളജിന്റെ, കാർഡിയോളജിന്റെ, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഈ ഉപകരണങ്ങളെല്ലാം അതെല്ലാം എന്താണ്, ഇവരാണ് നല്ല അണുവിമുക്തമാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇത് കഴിയുമ്പോഴും, വിൻകേസ് ഓരോ സർജറിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും അവരെന്ത് ചെയ്യും, അവരുടെ യൂസേജിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ എന്തെങ്കിലും വിമുക്തമാക്കിയതിന് ശേഷം എന്താണ് ഈ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കും. അത് അവര് കൃത്യമായിട്ട് ഈ ഡിപ്പാർട്ട്മെന്റ് എന്താണ് അത് കൃത്യമായിട്ട് തന്നെ സ്വീകരിച്ച് കൃത്യമായിട്ട് തന്നെ അണുവിമുക്തമാക്കിയിട്ട് വീണ്ടും അത് പാക്ക് ചെയ്തിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്ന തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ കൃത്യമായിട്ട് സമയത്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് CSSD എന്ന ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ഡ്യൂട്ടി. ഓക്കെ, എന്തെങ്കിലും ക്ലിയർ ആയോ? എന്താണ് CSSD എന്നുള്ള ഒരു കാര്യം ക്ലിയർ ആയോ? അപ്പൊ എന്താണ് CSSD എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. എന്തായാലും എല്ലാ എക്യുപ്മെന്റ്സുകൾക്കും എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അണുക്കളെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അണുവിമുക്തമാക്കിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ആവശ്യപ്പെടുന്ന രീതിയിൽ ഇത് സപ്ലൈ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD. പിന്നെ അത് സ്ഥാപിക്കുന്നത്, അത് എവിടെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എവിടെയാണ് സ്ഥാപിക്കേണ്ടത്, അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെയുള്ള ആ ഒരു ഫ്ലോയൊക്കെ കൃത്യമായിട്ട് അവിടെയുള്ള ഡ്യൂട്ടി വർക്കേഴ്സിന്റെ പ്രധാനപ്പെട്ട റോളുകൾ, അതിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. ഇൻട്രൊഡക്ഷൻ. എന്താണ് ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ? എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ അല്ലെ? ആരെയും കയ്യിലില്ലെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വിസിബിൾ ആക്കാട്ടോ. ഞാൻ ഇന്ന് അത് എടുത്തിട്ടില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പൊ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാമോ, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്. എന്താണ് ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ? ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ഡൺ. അതായത് അണുനശീകരണം നടത്തുക, അതാണ് അണുവിമുക്തമാക്കുക ഓരോ എക്യുപ്മെന്റ്സിനും, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെയും നശീകരണം നടത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്ത് നമ്മുടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത്. ഫ്രം ആൻ ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ നമ്മുടെ
ബാധയെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസിൻഫെക്ഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് ഈസ് ആണ്. ഓരോ എക്യുപ്മെന്റ്സിന്റെയും അണുനശീകരണം നടത്തുന്ന അത് നന്നായിട്ട് തന്നെ അണുക്കൾ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യകതയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. Then if instrument are microbially നമ്മുടെ taint എന്ന് പറയുമ്പോൾ കണ്ടാമിനേറ്റഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അതായത് മലിനമാക്കുക എന്നുള്ളത്. പറ്റി പിടിച്ചിരിക്കുക എന്നുള്ള ഒരു മീനിങ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് കണ്ടാമിനേറ്റഡ് അല്ലെ. നമ്മൾ വില്ലേജിലൊക്കെ പറയുന്നുണ്ട് മലിനമാക്കപ്പെടുക എന്നുള്ളത്. അപ്പൊ microbially contaminated, this leads to an increased likelihood of contamination and later infection of the surgical wounds. As a result, appropriate sterilization of a surgical instrument is suggested as one of the basic and aspected measures against surgical site infection assessment. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കുറച്ചിങ്ങനെ വിവരിക്കുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാതെയാവും, നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഓപ്പറേഷൻ മുറിവ് ഉണ്ടാക്കിയിട്ടാണ് അവരുടെ ചിലപ്പോ അണുക്കളുള്ളതിനൊക്കെ മാറ്റുകയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മുറിക്കുന്നതോടൊപ്പം തന്നെ അണുക്കൾ പറ്റി പിടിച്ചിരിക്കുന്ന സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നീഡിൽസ് ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ എന്താണ് വീണ്ടും അതിൽ അണുക്കൾ പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് ആ മുറിവുകളൊന്നും ഉണങ്ങാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും അണുക്കളൊക്കെ കയറി പിടിച്ചിട്ട് നല്ല കെയർഫുള്ളോട് കൂടിയിട്ടായിരിക്കും ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന ഈ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ മുറിവുകളൊന്നും ഉണങ്ങി പോകാനുള്ള സാധ്യത ഉണ്ടാവില്ല. അതൊക്കെ ഇങ്ങനെ വ്രണമായിട്ട് ഇങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി സർജിക്കൽ വൂണ്ട് ആസ് result appropriate sterilization of a surgical instrument is suggested as one of the basic and aspected measures against surgical site infection. അതായത് സർജിക്കൽ സൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വൂണ്ട് ആ ഒരു മുറിവ് ഉണങ്ങാതിരിക്കാനായിട്ടുള്ള സാധ്യത വരുന്നത് എന്തെങ്കിലും അണുക്കളെ പറ്റിപ്പിടിച്ചത് കൊണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അവിടെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. If instruments are microbially contaminated, this leads to an increased likelihood of contamination and later infection of the surgical wound as a result. അതായത് ഇങ്ങനെയുള്ള മലിനമാക്കപ്പെട്ടിരിക്കുന്ന സൂക്ഷ്മജീവികളാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ എന്താണ് ഇൻഫെക്ഷൻ വരാനും അത് എന്താണ് സർജിക്കൽ വൂണ്ട് ആയിട്ട് മാറാനും, അതായത് മുറിവ് ഉണങ്ങാത്ത മുറിവുകളൊക്കെ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതായത് നല്ല കൃത്യമായിട്ടുള്ള അണുനാശീകരണം നടത്തി കഴിഞ്ഞാൽ എന്താണ് ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് ആസ്പെക്ടഡ് മെഷേഴ്സ് അഗേൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റിലുള്ള ആ ഇൻഫെക്ഷൻ ആ ഒരു അണുബാധ നമുക്ക് റിമൂവ് ചെയ്യാൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിലുള്ള നശീകരണം നടത്തിയാല് ഇത്തരത്തിലുള്ള ഒരു അണുബാധ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. എല്ലാവരും നെക്സ്റ്റ് ക്ലാസ്സിൽ CST കൊണ്ടുവരും. താങ്ക് യു.